ഫെലിക്സ് കൂടി ചേർന്നുണ്ട്. ഫെലിക്സ്, ഈ ഒരു തീപിടുത്തം ഉണ്ടാവുക എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് പിന്നിൽ, അതായത് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ കെട്ടിടങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ എങ്ങനെ അനുമതി ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുക്കി ഇത്തരത്തിൽ കെട്ടിടങ്ങൾ, അതേപോലെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു. അപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെ ഈ കെട്ടിടങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ വലിയൊരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടില്ലേ ഫെലിക്സ്? തീർച്ചയായിട്ടും ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടായത്. അതും ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ കേരളം കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. കോടിക്കണക്കിന് ഇവിടെ നാശനഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ ആണിത് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഒരു ബസ് സ്റ്റാൻഡിൽ അത്രയധികം ആളുകൾ എത്തുന്ന ഒരിടമാണ്. അവിടെയുള്ളൊരു കെട്ടിടത്തിൽ ഇപ്പോഴും, അതായത് പുക ഉയരുന്നുണ്ട് ഈ സമയത്ത്, നമ്മളിവിടെ നിൽക്കുന്ന സമയത്തും. അപ്പോൾ അത്രയധികം വലിയൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദി ആരാണ്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അത് കണ്ടെത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇങ്ങനെയൊരു കെട്ടിടത്തിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിരുന്നോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതാണ് ഇനിയും പരിശോധിക്കേണ്ടത്. കാരണം ഇത്രയധികം ആളുകൾ ഒത്തുകൂടുന്നൊരു സ്ഥലത്തൊരു കെട്ടിടം ഉണ്ടാകുമ്പോൾ ആ കെട്ടിടത്തിന് കൃത്യമായ പരിശോധന നടത്തി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണോ ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് തീർച്ചയായിട്ടും അത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരം ഇടപെടൽ ഉണ്ടാകുന്നത്. അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ കെട്ടിടത്തിനുള്ളിൽ നമുക്കറിയാം വസ്ത്രങ്ങളായിരുന്നു, കൂടുതലും സ്കൂൾ യൂണിഫോമുകളായിരുന്നു. ഒപ്പം തന്നെ വലിയ പെരുന്നാൾ വരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള തുണിത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു സ്ഥലത്തേക്ക്, ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം തെളിക്കാൻ പോലും, അല്ലെങ്കിൽ വെള്ളം അങ്ങോട്ടേക്ക് അടിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടായി എന്നതാണ്. കാരണം തകര കൊണ്ട് മേഞ്ഞ, അല്ലെങ്കിൽ ഒരു വശമൊക്കെ പൂർണ്ണമായും അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കാൻ കഴിയുന്നില്ല. ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിനുള്ള സേഫ്റ്റി സൗകര്യങ്ങളൊക്കെ എന്തൊക്കെ വേണം എന്ന നിബന്ധനകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചല്ല ഇതിൻ്റെ നിർമ്മാണം പലയിടത്തും നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ എന്തുകൊണ്ട് അനുമതി നൽകി, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് കൃത്യമായി പാലിച്ചില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും കോടിക്കണക്കിന് നഷ്ടമാണ് ഉണ്ടായത്. അതിനപ്പുറം ഏറ്റവും ആശ്വാസകരമായ കാര്യം, ആളപായം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ പറയുന്ന അധികാരികളൊക്കെ തന്നെ ആ സമയത്ത് മാത്രമാണ് ഉണർന്ന് പ്രവർത്തിക്കാറ്. പിന്നീട് അതൊന്നും തന്നെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഇടവേളകളിലും കൃത്യമായി പരിശോധനകളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലേക്കടക്കം അന്വേഷണം പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഇങ്ങനെയൊരു വലിയ തീപിടുത്തത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ആ തീ പൂർണ്ണമായും അണയ്ക്കാനും കഴിയാത്തൊരു സ്ഥിതിവിശേഷം. അങ്ങനെ ഏറെ മണിക്കൂറുകളാണ് കോഴിക്കോട് നഗരത്തെ ഇത്തരത്തിൽ ആശങ്കയിലാക്കിക്കൊണ്ട് ഈ തീപിടുത്തം മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പരിശോധനകളും, അതായത് ഇങ്ങനൊരു സംഭവം നടന്നു, ഇനി ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കാൻ കൃത്യമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഈ കെട്ടിടത്തിനുള്ളിലേക്ക് തീപിടുത്തം കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം ഒഴിക്കാൻ കഴിയും? കാരണം മുഴുവൻ ഈ തകര കൊണ്ട്, അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റ് കൊണ്ട് അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ല. പിന്നീട് അതിൻ്റെ ഇടയിലുള്ള എക്സ്ഹോസ്റ്റ് ഫാൻ ആ സ്ഥലത്തുകൂടെയൊക്കെയാണ് ഇതിനുള്ളിലേക്ക് വെള്ളം തെളിച്ചത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ആ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത് എന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു കെട്ടിടം അണയുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇത് പഴയ കെട്ടിടമാണെങ്കിൽ പിന്നീട് അത് നവീകരിക്കുന്ന സമയത്തൊക്കെ കർശന നിർദ്ദേശങ്ങൾ, കർശന മാനദണ്ഡങ്ങളൊക്കെ, ഈ തീപിടുത്തം സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യണം, തീപിടുത്തം സംഭവിച്ചാൽ ആ തീ അണയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എന്തൊക്കെ വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയുണ്ട്. അതും കോഴിക്കോട് നഗരം പോലെ വളരെ ജനസാന്ദ്രതയേറിയ ഒരു സ്ഥലത്ത്. തീർച്ചയായിട്ടും ഫെലിക്സ്, കോഴിക്കോട് നഗരം പോലെ ധാരാളം ആളുകൾ എത്തുന്ന ഒരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്, അതിൽ എവിടെയൊക്കെ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അപകടം ഉണ്ടായ ശേഷമല്ല അതിനുവേണ്ടി ശ്രമിക്കേണ്ടത്. അത് അപകടം ഉണ്ടാകാതിരിക്കാനാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുൻ അപകടങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വേണമായിരുന്നു വീണ്ടും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൽ രക്ഷാപ്രവർത്തനം നടത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എന്തായാലും കോഴിക്കോട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു തീപിടുത്തമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ നേരിയ തോതിൽ ചെറിയ രീതിയിൽ പുകയും അവിടെ നിന്ന് ഉണ്ട് എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്.